വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കാൻ സർക്കാരും മതേതര പ്രസ്ഥാനങ്ങളും തയ്യാറാകണമെന്ന് SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി. SYS സംഘടിപ്പിക്കുന്ന മാനവ സഞ്ചാരം യാത്രയുടെ ഭാഗമായി കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു യാത്രാ ക്യാപ്റ്റൻ കൂടിയായ അദ്ദേഹം. നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണവും എന്നും നിങ്ങൾക്കൊപ്പം. റോഷി ജ്വല്ലറി, ബാങ്ക് റോഡ്, അൻകോട്ട് റോഡ്, കാസർഗോഡ്. വിദ്വേഷ പ്രസ്താവന നടത്തുന്നവർക്കെതിരെയും വെറുപ്പ് പ്രചരിപ്പിക്കുന്നവർക്കെതിരെയും നിയമം നോക്കുകുത്തിയാകരുതെന്നും ഹക്കീം അസ്ഹരി പറഞ്ഞു. കുറ്റം ചെയ്തവർക്ക് ശിക്ഷ ഉറപ്പാക്കുവാൻ സർക്കാർ ജാഗ്രതയോടെ ഇടപെടണം. മുനമ്പം വിഷയം വർഗീയ മുതലെടുപ്പിനായി ഉപയോഗിക്കുന്നത് തടയുകയും രമ്യമായി വേഗത്തിൽ പരിഹരിക്കുകയും വേണം. കാസർഗോട്ടെ പ്രധാനമായ ഒരു പ്രശ്നം ഇവിടെ നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥർ പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫർ വാങ്ങി തിരിച്ചു പോകുന്നുവെന്നതാണെന്നും അബ്ദുൽ ഹക്കീം അസ്ഹരി പറഞ്ഞു. സാമൂഹിക സൗഹൃദം ശക്തിപ്പെടുത്തുവാനും മാനവിക വിചാരങ്ങളെ ഉണർത്തുവാനും ലക്ഷ്യമിട്ടാണ് SYS മാനവ സഞ്ചാരം സംഘടിപ്പിക്കുന്നത്. യാത്ര ഡിസംബർ 1 തിരുവനന്തപുരത്ത് സമാപിക്കും. സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവരുമായുള്ള സസ്നേഹ സംവാദവും മാനവ സഞ്ചാരത്തിൻ്റെ ഭാഗമായി നടക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇവിടുത്തെ ജനങ്ങൾ ഉയർത്തിയ ഒരു വിഷയം, ഇവിടുത്തെ ഈ ഉദ്യോഗസ്ഥന്മാർ, സർക്കാർ ഉദ്യോഗസ്ഥന്മാരായി വരുന്നവർ പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫർ വാങ്ങി തിരിച്ചു പോകുന്നു. അത് സുസ്ഥിരതയെ ബാധിക്കുന്നു, വികസനത്തിന് തടസ്സമാകുന്നു, പല കാര്യങ്ങളും സമയത്തിന് ചെയ്തു തീർക്കാൻ സാധിക്കുന്നില്ല എന്നതാണ്. അതിന് ചില പദ്ധതികളിലെങ്കിലും അത് പൂർത്തിയാക്കുന്നത് വരെ തിരിച്ചു പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഉത്തരവാദിത്വങ്ങൾ നൽകിക്കൊണ്ടുള്ള നിയമനങ്ങൾ അതിന് പരിഹാരമാണ് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ത്വാഹ തങ്ങൾ സഖാഫി, മീഡിയ കോർഡിനേറ്റർ NM സ്വാത്തിക് സഖാഫി, വൈസ് പ്രസിഡന്റ് നേമം സിദ്ദിഖ് സഖാഫി, ജില്ലാ പ്രസിഡന്റ് കാട്ടിപ്പാറ അബ്ദുൽ ഖാദർ സഖാഫി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.